പിടിക്കണത്. പിന്നെ എന്താ ഉള്ളേ? പാരറ്റ്. ആന്റി പറഞ്ഞു തരട്ടെ എന്തൊക്കെയാ ഉള്ളതെന്ന്. നമുക്കിവിടെ കാണാനുള്ളത് ആനയുണ്ട്. കാവേരി എലിഫന്റ് പാർക്കാണ്. എലിഫന്റ് പാർക്ക് ആകുമ്പോ അവിടെ എന്ത് കാണാം? ആനയുണ്ട്. പിന്നെ നമുക്ക് 2 പാർക്കുണ്ട്. ഒരു ഫാമിലി പാർക്കുണ്ട്, ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ ഫിഷിനെ കാണണോ? അക്വേറിയം ഉണ്ട്, അതിന്റെ ചെറിയ അക്വേറിയം ഉണ്ട്. പിന്നെ നമുക്കൊരു ഒരു സെക്ഷൻ ഉണ്ട്. ഏറ്റവും വലിയ കൊടകളൊക്കെ പഠിച്ചോ? എന്താന്ന് പഠിച്ചോ? പുത്തൻകുളം ആനത്താവളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഖാൻസ് റെക്കോർഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗംഗയുമൊത്തുള്ള ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഗംഗ എന്ന് പറഞ്ഞാൽ പുത്തൻകുളം ആനത്താവളത്തിലെ ഒരു പിടിയാനയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്തമായ ആനയാണ്. വളരെ സൗമ്യനും ശാന്തനുമായ ആനയാണ്. അപ്പോൾ ആനത്താവളത്തിലേക്ക് സ്വാഗതം. എന്നാ ഗംഗ മേടിച്ചോ മേടിച്ചോ മേടിച്ചോ, പാപ്പാൻ പറയാതെ മേടിക്കൂല. ആഹാ, ഒന്ന് തൊട്ടോട്ട്, ഗംഗയും തൊട്ടോട്ടെ. അവിടെയാണല്ലേ? എവിടെ തൊടോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെ പുത്തൻകുളം രാജചേട്ടന്റെ നമ്മളെ എലിഫന്റ് പാർക്കിൽ വന്നിരിക്കുകയാണ്. എലിഫന്റ് പാർക്കിൽ വന്ന് ഇവിടുത്തെ പെറ്റായിട്ടുള്ള ഗംഗയുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗംഗ തുമ്പിക്കൈയെടുത്ത് നിൽക്കാവോ? എനിക്ക് പേടിയുണ്ട്. ഗംഗ തൊട്ടോട്ടെ, എടുത്ത് ചുരുട്ടി എടുത്തതല്ലേ എന്നെ. നിക്കോ? വാ ഗംഗ. എന്നെ പേടിയുണ്ടോ ഗംഗയ്ക്ക്? ആനക്ക് എന്നെ പേടിയുണ്ടോ? ബാ. ഞാനങ്ങനെ ആനയെ തഴുകി കേട്ടോ. അടിപൊളി. ചേട്ടന്റെ പേരെന്താ? ഉണ്ണി. ഉണ്ണിച്ചേട്ടനാണ് ഇത്രയും വലിയ ആനയുടെ ഏറ്റവും വലിയ പാപ്പാൻ. നമ്മളെ ഗംഗ ഇത് കണ്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ. എല്ലാവരും കുട്ടികളുടെയൊക്കെ ഒന്ന് പേടി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് തൊട്ടത്. അന്നേരം ഇനി അവർക്ക് ആനയെ തൊട്ട് കഴിഞ്ഞാൽ പേടി മാറുമെന്നാ കേട്ടോ. ഗംഗയുടെ നാക്ക് കണ്ടോ? ഗംഗയുടെ നാക്ക് ഇത്ര ലൈവായിട്ട് അടുത്ത് നിന്ന് തരാം. എന്നാ ഗംഗ മേടിച്ചോ. ആഹാ, കണ്ടോ ഗംഗ നമ്മളെ ഇന്ന് വാഴത്തട മേടിച്ച് കഴിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇതാണ്ടോ ഗംഗ എന്ന പുത്തൻകുളത്ത് ആനയെ തൊട്ട് തലോടുന്നു കണ്ടോ, പേടിയില്ലാതെ. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ആനയെ തൊടാം, അതിനോട് അടുത്ത് നിൽക്കാം. വേണ്ട കുട്ടികൾ നമുക്ക് വേണ്ട പുത്തൻകുളം ആനത്താവളത്തിൽ വന്നു കഴിഞ്ഞാൽ വേണ്ട ഈ ഇത്രയും ഫ്രീ ആയിട്ട് ലോകത്ത് എനിക്ക് തോന്നുന്നു എങ്ങനെ എന്നാൽ പോലും ഇത്ര ഫ്രീ ആയിട്ട് കുട്ടികൾ അതിൻ്റെ ഒരു പൊടിക്കുഞ്ഞ് ആനയെ തഴുകി കൊണ്ടുവന്നിട്ട് പേടികൾ നമുക്ക് മാറ്റാം. ആനയുടെ തുമ്പിക്കയിൽ തൊടാം, ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം, വേണമെങ്കിൽ ആന പുറത്ത് കയറാം, ഒരു ആനയോടൊപ്പം നിന്ന് കാണ്ടോ. അതിങ്ങനെ ഈ പുത്തൻകുളം ആനത്താവളത്തിൽ ഗംഗ എന്ന ആന നല്ല മനുഷ്യനായിട്ട് നല്ല ഇണങ്ങി നിൽക്കുന്ന ആനയാണ്. എന്ത് രസം. ആനയും കടലും ഒക്കെ നമുക്ക് മനുഷ്യർക്ക് ഭയങ്കര ഉത്സാഹമുള്ള കാര്യമല്ലേ. ആനയെ പറ്റി ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആനയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നഴ്സറി ഉണ്ട്, കുറച്ച് വലിയ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇവര് നഴ്സറി ആണോ കേട്ടോ ടീച്ചേഴ്സ്? അപ്പൊ എന്തൊക്കെ അറിയാം എന്ന് അറിയാനാണ്. ആനയെ പറ്റി എന്ത് പഠിച്ചു നിങ്ങള്? എന്ത് പഠിച്ചു? ആദ്യം നമ്മൾ പഠിക്കുന്ന പാഠം എന്താ? എലിഫന്റ്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഏതാണ്? ഈ ഫോർ എലിഫന്റ് ആ പഠിക്കുന്നത് അല്ലേ? പിന്നെ എന്ത് പഠിച്ചു ആനയെ പറ്റി? എന്ത് പഠിച്ചു? ആരാ? ബിഗസ്റ്റ് ആനിമൽ ആണ് ആര്? എലിഫന്റ്. ബിഗസ്റ്റ് ആനിമൽ ആണ് എലിഫന്റ്. പിന്നെ എന്താ പഠിച്ചു? ആനയുടെ കളർ എന്ത്? ബ്ലാക്ക്. പിന്നെന്താ അറിയാം ആനയെ പറ്റി? പാട്ടൊന്നും
പഠിച്ചില്ല? കാർട്ടൂൺ ഒന്നും കണ്ടിട്ടില്ല? നിങ്ങൾ എന്തായാലും കാർട്ടൂൺ കാണുന്നവരാന്ന് എനിക്കറിയാം. ഒന്നും പഠിച്ചില്ല? ഇതിനൊരു പേരുണ്ട്, പറഞ്ഞിരുന്നായിരുന്നോ? ഗംഗാന്നാണ്. ഈ ആനയുടെ പേര് ഗംഗാന്നാണ്. ഇത് ആണാണോ പെണ്ണാണോ? ആണ്. പേര് കേട്ടിട്ട് മനസ്സിലായില്ല. ആണോ പെണ്ണാണ്? എങ്ങനെ മനസ്സിലായി പെണ്ണാന്ന്? ഗംഗാന്ന് പേര് വെച്ചിട്ട് പെണ്ണാണ്. അല്ലാതെ നമുക്ക് ആനയെ നോക്കി പെണ്ണാണോ ആണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ? കൊമ്പുണ്ടെങ്കിൽ ആണ്, കൊമ്പില്ലെങ്കിൽ പെണ്ണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊമ്പില്ലാത്തത് പെണ്ണാണ്, ഇത് പിടിയാനയാണ്. നമുക്ക് ബാക്കിൽ 2 കൊമ്പന്മാരുണ്ട്. അവർക്ക് നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് ബാക്കിൽ നിൽക്കും. ഇദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് പോവാം, അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഒരു കാര്യം അത് പഠിച്ചു, കൊമ്പില്ല. പെണ്ണിന് കൊമ്പ് കാണില്ല, അതിനെ പിടിയാന എന്ന് പറയും. പിന്നെ കുറച്ച് പ്രത്യേകതയുണ്ട്. ആനയുടെ കാലൊക്കെ എങ്ങനെയാണ്? നല്ല തൂണ് പോലെ വലിയ കാലാണ് അല്ലേ? തൂണ് പോലെ വലിയ കാല്. ആനയ്ക്ക് എത്ര കാലുണ്ട്? 4 കാലുണ്ട്. എത്ര കൈയുണ്ട്? 4 കാലും 2 കൈ. എനിക്കൊന്ന് കാണിച്ചു തരിക. 4 കാലും 2 കൈയും. ഒരു കൈ. ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട് നന്നായിട്ട്. ഒരു കൈ. ഒരു കൈ ഏതാണ്? തുമ്പിക്കൈയാണ്. ഒരു കൈയുള്ള വേറെ ജീവിയെ നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? ഇല്ല. അപ്പൊ ഒരു കൈയുള്ള ജീവി ആരാണ്? ആനയാണ്. ആനയുടെ കൈ എവിടെ? ഇല്ല. പിന്നെ നമുക്ക് നഖങ്ങളൊക്കെ ഉണ്ടോ? നമ്മുടെ നഖം എവിടെയാ? കയ്യിൽ എവിടെയാ? വിരലില്. നമ്മുടെ വിരലിലാണ് നഖം. ആനയ്ക്ക് നഖം ഉണ്ടാ? നോക്കിയേ, നോക്ക്. നഖം ഉണ്ടാ? നഖമുണ്ട്. വിരലുണ്ടാ? വിരലുണ്ടാ? വിരലില്ല. വിരലില്ല, നഖമാണ്. ആനയ്ക്ക് വിരലില്ല. കയ്യിൽ അതേപോലാണ് വിരല്. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഈ വിരലുകള്. കണ്ട പഠിച്ചൊക്കെ കേൾക്കാമെന്ന് അറിയാം. ആരാ പറഞ്ഞത്? ചൂല് പോലത്തെ വാല്, നല്ല കട്ടിയുള്ള വാലാണ്. ചെവി എങ്ങനെ? ഉറമ്പോളന്റെ വലിയ ചെവി. ആന പേടിയുള്ള ആരെങ്കിലും ഉണ്ടാവും? ആർക്കും പേടിയില്ല. ആന ഇഷ്ടമാണ്. പേടിയില്ല. പേടിയുള്ള ആരെ ഒന്ന് കൈവക്കിയെന്ന് നോക്കട്ടെ. പേടിയുണ്ട്. പേടിയില്ല. ആർക്കും പേടിയില്ല. അതിനകത്തൂടെ ഇറങ്ങിയ ഐ ആം കമ്മിങ്. യെസ്, അടിപൊളി. വാമൻ ഇറങ്ങി. അടിപൊളി. നമുക്കിപ്പോ ഈ കുട്ടികൾ ഇവിടെ കളിച്ചു കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ഒരു പാർക്കുണ്ട്. അവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് അക്യൂറിയം ഉണ്ട്, ചെറിയൊരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണുള്ളത്? അവിടെ നമുക്ക് ബേഡിന്റെ പാർക്കാണ്. ഓസ്ട്രിച്ച്, ടർക്കി അങ്ങനെയുള്ള. ഇത് എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? നമുക്ക് ഇത് കൊറോണയ്ക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്. മൊത്തം എത്ര ഏക്കറാണ്? 4.5 ഏക്കർ. ആന എത്ര ഉണ്ട് ഇവിടെ? നമുക്ക് ടോട്ടലി 8 ഉണ്ട്. ബാക്കിയുള്ള ഉത്സവ സീസൺ ആയതുകൊണ്ട് മൊത്തം പുറത്തില്ല. അതായത് 3 ഉള്ള അവിടെ നിൽക്കുന്ന അനന്തരും അർജുൻ, ഫ്രണ്ടിൽ നിൽക്കുന്ന ഗംഗ. ഇവിടെ 3 എപ്പോഴുണ്ട്. ഇവർ 2 ആൾക്കാരായിട്ട് ഇണങ്ങുന്നതാണോ? ഇണങ്ങുന്നതാണ്. പക്ഷെ ഇച്ചിരി മലപ്പാട് നിൽക്കാറുണ്ട്. മറ്റേതിപ്പോ ഉത്സവ സീസണൊക്കെ അപ്പൊ ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനയുള്ളത് നമ്മളെ ഈ മലയാളിക്ക് തന്നെയായിരുന്നല്ലോ. പിന്നെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗംഗയാണ്. അത് ഗംഗ. റൈഡ് ചെയ്യുന്നതെങ്കിൽ ചെയ്യാം. അത് ഏതിനകത്താ? അത് നമുക്ക് ഈ റേറ്റ് അല്ല, സെപ്പറേറ്റ് റേറ്റ് ആണ്. ഒരാൾക്ക് അടയ്ക്ക് 400. അത് ഏതിനകത്താ ചെയ്യുന്നത്? അവിടെ സ്റ്റാൻഡ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന്. അവിടുന്ന് ഡയറക്റ്റ് റൈഡ് എങ്ങോട്ടാ ചെയ്യുന്നത്? ഇവിടുന്ന് ചുറ്റിനും അവിടുന്ന് കയറി ഇവിടുന്ന് റൗണ്ട് ചെയ്ത്. എത്ര റൗണ്ടാണത്? ഒരു റൗണ്ട്. എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കും? 1 മണിക്കൂറില്ല, 15 മിനിറ്റ് അടുപ്പിച്ച് വെക്കണം. അത്ര എത്തുള്ളൂ. ഇത്ര ആന നടന്നു വരുമ്പോ കയറി അങ്ങനെ വന്ന് ഇതിനൊരു ആനത്താരി ഉണ്ട് ഈ നടന്നു വരുന്നത്. ഒരു റൗണ്ട് ചെയ്തങ്ങ് ചെല്ലും. റൗണ്ട് ചെയ്ത് എത്ര പേർ കയറാം അറ്റ് എ ടൈം? ഒറ്റ ടൈമിന് 2 പേർ കയറാം. പക്ഷെ പെർ ഹെഡ് റേറ്റ്. അല്ല അതിന്റെ അതിൽ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൂസ് വാത്തൊക്കെ നമ്മൾ കണ്ടില്ലേ, താറാവ്.
കയൂക ഡക്ക്, കയൂക. അതാണ് അരയന്നം. അതരയന്നെ, മറ്റേത് വാപ്പ അല്ലേ? ഈ കോഴി ഏതാണ്? ഏതാണ്? ബൂട്ട്. ഇതിനകത്തുള്ള ബൂട്ടില്ലേ ഫെദർ, ആ, അതുകൊണ്ടാണ് ഇങ്ങനെ അതിനെ വിശേഷിക്കുന്നത്. എന്താ ബൂട്ട്? ഇതെന്ത് സാധനം? ഇത് ഗിനി പിഗ്, നമ്മൾ ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് രണ്ടെണ്ണം. ഇത് നമ്മളെ പിഗ് ആണെങ്കിൽ മറ്റേ അണ്ണാന്റെ ഒരു രൂപം അല്ലേ? അതുപോലെ അതായത് റാബിറ്റിന്റെ ബോഡി, റാറ്റിന്റെ ഫേസ്. റാറ്റിന്റെ ഫേസ്, റാബിറ്റിന്റെ ബോഡി. ഇത് അഡൽട്ട് ആണ്. ആ, എല്ലാം ആ കിടക്കുന്ന എല്ലാം അഡൽട്ട് ആണ് അല്ലേ? മുട്ടയിടുന്ന കോഴിയാണ്. അതായത് മിനി ടൈപ്പിലുള്ള ഇത്രയും വളർത്തുള്ളൂ. ഇതിൽ കൂടുതൽ പൊക്കം ഇത്രയും വരുത്തേ ഉള്ളൂ. അതൊക്കെ ഫാൻസി ഹെന്നിന്റെ ഗണത്തിൽ വിടുന്നത് അല്ലേ? കൊത്ത് കിട്ടുന്നത് എനിക്ക് കിട്ടിക്കോട്ടെ എന്നല്ലേ? ബാ ബാ, ചിലപ്പോ കൊത്തിയും എടുക്കും. ഇതിന്റെ പേരെന്താ? യമു ആണല്ലേ? ഇത് മുട്ടയിടുന്നതാണോ? ചെറുതാ. അത്രയും പ്രായമായില്ല. ഇത് എത്ര വയസ്സാണ് ഇതിന്റെ ഒരു പ്രായം എന്ന് പറയുന്നത്? അല്ല, എത്ര വയസ്സാകുമ്പോഴാണ് മുട്ട ഇടുന്നേ? ഇത് ഫീമെയിൽസ് ആണോ? ഇത് മെയിലും ഫീമെയിലും. ഇത് കറക്റ്റ് നമ്മുടെ ഒരു ഹൈറ്റ് ആണ്. 5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടല്ലേ? ഇതിനൊക്കെ എന്താണ് ഫുഡ് കൊടുക്കുക? പുഴുക്കളൊക്കെ തന്നെയാണോ? അത് ഓസ്ട്രിച്ച് ആണോ കിടക്കുന്നത്? ഇത് ഫീമെയിലാ? ഇത് ഓരോന്നോരോന്ന് ഇടുള്ളൂ? മറ്റേതിനകത്ത് ഒരുമിച്ചിടുന്ന കൊത്തു വിടും അങ്ങനെയാണോ? ആ, ഇത് ഈ വേലി ചാടുവോ? അല്ല, ഇത്രയും വലിയ കാലല്ലേ, അതുകൊണ്ട് ചാടൂല. എന്തോ ചേച്ചിയുടെ പേര്? അനിത. ചെറിയ കൊത്തുവോ? ഇണങ്ങുന്നയാണോ? എന്തോ ഇവരുടെ പേര് വല്ലതും ഉണ്ടോ? എന്നെ ഇതിനകത്തിട്ട് പ്രദർശന വസ്തു ആക്കൂ. കൊത്തു തന്നെ. ഹായ് ഹോയ്, പേര് വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഒന്ന് പറയോ? ബോബനും മോളിയും. ഇതിന് ബോബൻ അതായിരിക്കും. അപ്പം നമ്മള് ഇപ്പൊ ഉള്ളത് എല്ലാവർക്കും അറിയാലോ, നമ്മള് പുത്തൻകുളത്ത് രാജചേട്ടന്റെ ആനത്താവളത്തിനാണുള്ളത്. നമ്മൾ ആനത്താവളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുത് ആന മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ ഒരുപാട് തരം പക്ഷികളുണ്ട്. നമ്മൾ സൂലൊക്കെ ഇല്ലാത്ത തരത്തിലുള്ള യമു, ഓസ്ട്രിച്ച്, പലതരം കോഴികള്, ഗിനിപ്പന്നികള്, പലതരം താറാവുകള്, അരയന്നങ്ങള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. നമ്മൾ ഈ കൂടുകളിലൊക്കെ ഇറങ്ങി നമുക്ക് ഇതിനോടൊത്ത് ഇതൊന്നും ഉപദ്രവകാരികളല്ല. നമ്മളെ ചില ഇടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലൊക്കെ ഒന്ന് കൊത്തുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ണിലൊന്നും കൊത്തുകയോ നമ്മളെ ആക്രമിക്കുകയൊന്നും ചെയ്യില്ല. എനിക്കൊന്ന് 5 അടിയൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ വലിയ വലിപ്പം തോന്നുന്നില്ലെങ്കിലും 5 അടി വലിപ്പമുള്ള. ഇതിന്റെ കഴുത്തൊക്കെ നീണ്ടു കഴിഞ്ഞാൽ 7 അടി 8 അടിയോളം നീളുന്നതാണ്. ഒരുപാട് പേര് ഇത് കാണാനായിട്ട് നമ്മൾ കരുതും ഇത് പിന്നെ നമ്മൾ ഇവിടുത്തുകാരാണ്. ഒരുപാട് വിദേശികൾ, ഫോറിനേഴ്സ് ഈ എലിഫന്റ് റൈഡ് ചെയ്യാനായിട്ടും ഇവിടെ ഇതൊന്ന് കാണാനായിട്ട് വരുന്നത്. കേരളത്തിൽ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൺ ഓഫ് ദി നല്ലൊരു എലിഫന്റ് പാർക്കാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു എലിഫന്റ് പാർക്ക് നമ്മളെ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഇത് ആദ്യമാണ്. ഏകദേശം കൊറോണ കാലഘട്ടത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇത് ഒരുപാട് റൈഡുകളും കാര്യങ്ങളായിട്ട് കുട്ടികളെയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി, ഫാമിലീസിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇതിനെവരിവിടെ ഇട്ടേക്കുന്ന പേര് ബെല്ല എന്നാണ് കേട്ടോ. ബെല്ല. ഇത് ഓസ്ട്രിച്ച് ആണ്. ഇത് ഫീമെയിലാ മെയിലോ? ഫീമെയിലാണ്. ഇത് ഞാനിവിടെ നിന്നിട്ട് തന്നെ ഏങ്ങാണ്ട് 5.5 അടി ഹൈറ്റ് ഉണ്ട്. ഇതിന്റെ കഴുത്ത് നീണ്ടു കഴിഞ്ഞാൽ ഏകദേശം 8 അടിയോളം പോകും. കഴുത്തിപ്പോൾ താഴ്ത്തി പിടിച്ചിരിക്കണ്ടോ? അതിന്റെ കാലിന്റെയൊക്കെ വണ്ണം കണ്ടോ? എന്റെ കാലിന്റെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട്. നല്ല വണ്ണമുള്ള. ഇത് അപകടകാരിയാണോ മേഡം? ഇത് നമ്മളെ ഇവിടുത്തെ എല്ലാം പെറ്റ് പോലാണ് കേട്ടോ. ഈ വരുന്നവരോട്ടെല്ലാം ഇണങ്ങുന്നതാണ്. ഇവിടുത്തെ ആന നമ്മളോട് ഇണങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ ഓസ്ട്രിച്ചിന്റെ കാര്യം പറയണ്ടല്ലോ. ഓസ്ട്രിച്ചൊക്കെ നമുക്ക് തൊട്ട് തലവടി, എനിക്ക് തോന്നുന്നു അതിന്റെ തലയിലേക്ക് ഒന്ന് തലവടി കൊടുക്കാൻ തോന്നുന്നു. ഞാൻ മുമ്പേ ഒരു കൂട്ടിൽ കയറിയിരുന്നു. ഇനി ഒന്ന് കയറാൻ പറ്റും നോക്കട്ടെ. ബാ, കണ്ടിട്ട് പേടിയാവുന്നു എനിക്ക് കൊത്തിയെടുക്കുമെന്നുള്ളത്. എന്തായാലും ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണം. ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. താണ്ട കുട്ടികളുമായിട്ടൊക്കെ അവർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ പാർക്കിൽ കൂടുതലായിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. തൂവലാണ് കണ്ടോ? എന്തോ മനസ്സിലായോ? ഓസ്ട്രിച്ചിന്റെ തൂവൽ, വലിയ തൂവൽ. നമ്മൾ ഇതിനകത്തൂടെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. ഏകദേശം ഒരു 1.5 അടി നീളമുണ്ട് ഒരു തൂവലിന്. താണ്ട ഓസ്ട്രിച്ചാണ് കാണുന്നത്. അതിന്റെ തല ആ ഗ്രില്ലിന് മുകളിലൂടെ, എനിക്ക് മുകളിലാണ് അത് കാണുന്നത്. കണ്ടോ?
നല്ല ഹൈറ്റ് ഉണ്ട്. ഓസ്ട്രിച്ച് ചിരിക്കാണോ? അതിന്റെ വലിപ്പം കണ്ടോ? വലിപ്പം നമ്മൾ ദൂരോട്ട് നിന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു 10 അടി വലിപ്പത്തിൽ വരുന്ന ഓസ്ട്രിച്ചാണിത്. അതിന്റെ കഴുത്ത് നീണ്ടും തോറും 10-12 അടി എനിക്ക് തോന്നുന്നു നീളത്തിലാക്കണം. എൻ്റെ ബോഡിയുടെ അത്രയും തന്നെ നീളമുണ്ട് അതിന്റെ കഴുത്തിന്. ആ കഴുത്ത് എത്ര വേണമെങ്കിലും നീട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇതിനകത്ത് ഞാനത് തൊടാമെന്ന് കരുതിയ, പക്ഷെ ഏവനെ ഒന്ന് ഇച്ചിരി പേടിക്കണം. ഒന്ന് മെയിലാണ്, പിന്നെ കുറച്ച് ആരോഗ്യവാനൊക്കെയാണ്, വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് യവൻ ഒന്ന് തട്ടുമോ കുത്തുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് ഇറങ്ങാൻ തൊടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പേടിയുണ്ട്, ഞാൻ ഇറങ്ങുന്നത്. എൻ്റെ കാലിൻ്റെയൊക്കെ വണ്ണം കണ്ടോ? കാലൊക്കെ കണ്ടോ? അതാ നല്ല തൂവല്. കറക്റ്റ് ഒട്ടകം, ഒരു ഒട്ടകത്തിനാണ്, ഒട്ടകപ്പക്ഷി തന്നെ. എൻ്റെ കൂടെ കുറച്ച് ഫാമിലീസ് വന്നിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് മേഡം? എന്താ പറയുന്നേ? എങ്ങനെയുണ്ട്? ഇവിടെ ആദ്യമായിട്ട് വരുവാണോ? ഫസ്റ്റ് ടൈം വരുവാണോ? എങ്ങനെയുണ്ട്? നമുക്ക് കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്നതാണോ? ഇഷ്ടപ്പെട്ടോ? ആ, കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണ് അവർ വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ? ഇല്ല, ആദ്യമായിട്ട് വരുവാണോ? അപ്പൊ നമ്മള് ആനത്താവളം എന്ന് കേട്ടപ്പോ ആന മാത്രമുള്ളെന്ന് കരുതി. ഇപ്പൊ ഇവിടെ എന്തൊക്കെ കണ്ടേ? പക്ഷികള്, വെറൈറ്റി പക്ഷികളല്ലേ, നമ്മളെ വീട്ടിലൊക്കെ ഇല്ലാത്ത. ഗിനിപ്പന്നിയെ കണ്ടിരുന്നു അവിടെ. ഫാൻസി കോഴികള് അല്ലേ, ഓസ്ട്രിച്ച്, വാത്ത, പിന്നെന്താണ് വേറൊന്നും പറഞ്ഞിരുന്നല്ലോ മേഡം? അരയന്നം അല്ലേ, അരയന്നം. ഫ്രസീലും വൈറ്റ് സിൽക്കിയും. ഫ്രസീല്, വൈറ്റ് സിൽക്കി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കോഴികളാണ്. മാടപ്രാവ് പോലെ ഇരിക്കുന്നത്. എന്റെ കാല് മുതൽ അങ്ങ് തലവരെ ഫുള്ള് നല്ല രോമമാണ്. ഇതിനെ കുളിപ്പിക്കാറുണ്ടോ? ഞാൻ തമാശക്ക് ചോദിച്ചേ കേട്ടോ. കോഴിയെ കുളിപ്പിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? കോഴിയെ, ഈ കോഴിയെ കുളിപ്പിക്കുന്ന കോഴികളാണ് കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ തമാശക്ക് ചോദിച്ചേ. ഫുഡും കൊണ്ട് ചെല്ലുമ്പോ അതിന്റെ സന്തോഷം നോക്കിയാണ്. ഈ കോഴികളെ കുളിപ്പിക്കുന്ന കോഴികളാണ് കേട്ടോ. കുളിപ്പിക്കുമ്പോൾ നല്ല ക്ലൈസിങ് ഉണ്ടാവുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ തമാശക്ക് ചോദിച്ച കോഴിയെ കുളിപ്പിക്കുന്നത്. പക്ഷെ ഇത് കുളിപ്പിക്കുന്ന കോഴികളാണ്, ഫാൻസി കോഴികളാണ്. എന്നിട്ട് ഇതിന് ചീകി കൊടുക്കാറുണ്ട് അല്ലേ, ചീകി കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊന്നോമനകളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. ഫീഡ് കൊടുക്കുന്ന സമയമാണ്, അതുകൊണ്ട് അവർക്കെല്ലാം ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. ഇതെന്താണ് ഐറ്റം? ടർക്കി. ആണ്ട, തുർക്കിയിൽ നിന്ന് വന്ന ടർക്കി. അവനെ അറിയാലോ, കഴുത്തിലൊക്കെ മാംസം തൂങ്ങിയതുപോലെ. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് മാറി മാറി പോകുന്നു. ടർക്കി കോഴി ഇത് ഫേമസ് ആണല്ലോ, നമുക്കറിയാം. അതിന്റെ ചിറകൊക്കെ പിടിച്ചില്ല മയില് പോലെ അതിന്റെ ചിറകൊക്കെ ഇങ്ങനെ വിരിച്ച് നിൽക്കുക. ഇത് ഒരെണ്ണേ ഉള്ളൂ അതിന്റെ വൈറ്റാണ്. ഇത് മെയിലാണോ? മെയിലാ. മയിലിനെ പോലെ അതിന്റെ ചിറക് വിരിച്ചാണ് നിൽക്കുന്നത് ടർക്കി. ഞാൻ കണ്ടില്ല, എന്റെ ബാക്കിൽ വന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്ന ആളിനെ നോക്കേ. അതിന് വെള്ളം കുടിക്കുന്നത്, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവനൊരു ചരുവും വെള്ളമൊക്കെയാണ്. 2 ചരുവത്തിലാണ് വെള്ളം വെച്ച് കൊടുത്തേക്കണം. ചൂട് സമയമല്ലേ, വെള്ളം കുടിക്കണം. എന്തായാലും നല്ല രീതിയിൽ ഇതിനെയൊക്കെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ ഒരു മുട്ടയൊക്കെ എത്ര കിലോ വെയിറ്റ് വരും? അതിന്റെ ഫീമെയിലാണ് നമ്മൾ മുമ്പേ കണ്ട ടർക്കിയുടെ ഫീമെയിൽ ഐറ്റം. ബ്രസൽ ഫാൻസി കോഴി. ബ്രസൽ എന്ന് പറയുന്ന കുളിപ്പിക്കുന്ന കോഴി. സാലഡ് തരുന്ന പോലെ ക്യാരറ്റും കോസും ഇല്ലേ, കോസാണോ അത്? ഇഗ്വാന എല്ലായിടത്തും നമുക്ക് കാണാൻ കിട്ടാത്ത സാധനം കണ്ടോ. നമ്മളെ മാന്നാർമത്തായില്ലല്ലോ, എന്താണ് റാംജിറ സ്പീക്കിങ്ങിന്റെ 2ാം ഭാഗം 3ാം ഭാഗം വന്നപ്പോൾ അതിന്റെ വില്ലന്റെ പുറത്തിരിക്കുന്ന ഇഗ്വാന എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഇഗ്വാന. നമ്മളിപ്പോ ഇഗ്വാന എന്ന് പറഞ്ഞ ഒരു ജീവൻ, എനിക്ക് പേടിയാവുന്നുണ്ട്. എവന്താളിനെ പിടിച്ച് കയറുന്നു, അഴുക്കാക്കുവോ? അയ്യോ, തലയ്ക്ക് പിടിച്ച് കയറുന്നു. ഇഗ്വാന എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ജീവിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പലരും പെറ്റായിട്ട് വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇപ്പൊ നമ്മള് പുത്തൻകുളത്ത് ആനത്താവളത്തിൽ വന്നപ്പോൾ ഇവിടെ വളർത്തുന്ന വിവിധങ്ങളായ ജീവികളാണ് കേട്ടോ. പക്ഷെ ഇത് അപകടകാരിയല്ല, നമ്മളെ ആക്രമിക്കില്ല, നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങുന്ന. എനിക്ക് തോന്നുന്നു ഇതിനെ കൊണ്ടുപോകാൻ തോന്നുന്നു, വീട്ടിൽ കൊണ്ട് വളർത്താൻ തോന്നുന്നു. അതായത് ഒരു കുഴപ്പമില്ല, ഞാനുമായിട്ട് ഇണങ്ങി. ഞാൻ പേടിച്ചത്രയും പ്രശ്നമല്ല. എന്നെ ഇവിടെ വന്ന ഗസ്റ്റുകള്, ഫാമിലീസൊക്കെ വന്നവര് ട്രയലായിട്ട് എന്നെ കൊണ്ട് എന്റെ പുറത്തെടുത്ത് വെപ്പിച്ചു കേട്ടോ. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് കൂടി ഞാൻ വെച്ചത്. കുഴപ്പമില്ല. ഇഗ്വാന അല്ലേ, കനേഡിയൻ ബിഗ്നി ഫാൻസി ഇഗ്വാന. ഇതിന്റെ ഒരു വലിയ സാധനം കിടക്കണം. ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞത് വേണ്ട, അതിന്റെ ഒരു ചെറുത് കിടക്കുന്നുണ്ട്, അത് മതിയെന്നാ പറഞ്ഞു. അപ്പൊ ഇതിലും വലുതുണ്ട്. എനിക്ക് വീഴോ, തറയെ വീഴോ? ആണോ? എനിക്ക് പേടിയാണ്, അവന് പേടി. അവന്താ പിന്നെ പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ, വീഡിയോക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് പേടിയുണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടുത്തെ ചേച്ചിമാരെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ അവർ നിൽക്കുന്നുണ്ട്.
നല്ല എൻജോയ് ചെയ്ത് വേണം. എനിക്ക് പേടിയോണ്ട് ഞാൻ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഒരു ദിവസം നല്ല രീതിയിൽ കറങ്ങി കാണാനുള്ള കാര്യങ്ങളുണ്ട്, ആസ്വദിക്കാനുള്ള ഇനി വിവിധങ്ങളായ സംഭവങ്ങൾ അങ്ങോട്ടുണ്ട്. ആടുകൾ, വെറൈറ്റി ആടുകളുടെ ഒരു ശബ്ദം ഞാനവിടെ കേട്ടു. എന്റെ പേടിയങ്ങ് മാറി കേട്ടോ. നല്ല രസമുണ്ട്. ഏത് പടത്തിലായിരുന്നു ചേച്ചി മറ്റേ ഇഗ്വാന ഉണ്ടായിരുന്ന ഒരു വില്ലന്റെ പുറത്ത്? ടു ഹരിഹർ നഗർ. ടു ഹരിഹർ നഗറിനകത്ത് അഭിനയിച്ച സാധനമാണിത്. ആണോ? അത് ഉടുമ്പാണ്. അത് ഉടുമ്പാണ്. അത് മറ്റൊരു ജീവിയാണ് കേട്ടോ. അപ്പം അതല്ല, ഇത് ഇഗ്വാന. പക്ഷെ നമ്മൾ ഒരുപാട് പിന്നെ ആക്ടർമാരുടെയൊക്കെ വീടുകളിൽ വളർത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇഗ്വാന, ഉടുമ്പൊക്കെ അല്ലേ? ചേച്ചിയുടെ പേരെന്താ? ഹരിത, അനിത. അനിത ചേച്ചിയാണ് വന്നെടുത്തതിന്റെ പുറത്തേക്ക് എടുത്തുന്നത്. അനിത ചേച്ചി വന്ന് എടുത്തോളൂ പേര് വിളിക്കാൻ. അതിനെയും കൂടെ ഒന്ന് എടുത്തോ. കാരണം അനിത ചേച്ചി അങ്ങനെ ഇതിനെ എടുത്തോണ്ട് പോവുകയാണ്. വലിച്ചു കീറല്ലേ? എടുത്തോ. ഇറക്കി വിട്ടാ വേണ്ട. എന്റെ തോളിൽ എടുത്തു വെച്ച സാധനമാണ് അതായി കിടക്കുന്നുണ്ടോ. ഇവരിഞ്ഞ് താഴെ ഇറക്കി വിട്ടു. എന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് അങ്ങ് പോയി. ഇതിന് കളിക്കാനൊക്കെ പറ്റിയൊരു അവസരമാണ് കേട്ടോ. അതിനെ ഒന്ന് ഇറക്കി വിട്ടേയില്ലേ കൂട്ടിൽ കിടന്നേ. അപ്പൊ അതിന് സന്തോഷമായി. ഇതിന്റെ വലിപ്പം കണ്ടോ? വലിയ വലിപ്പമാണ്. ഇതിന്റെ ആ ടെയിലിന്റെ നീളം കണ്ടോ? അത് ഇങ്ങനെ കിടക്കുക. നമ്മള് വാല് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പാമ്പാണെന്നേ കരുതുള്ളൂ. കണ്ടോ? അപകടമുള്ളതല്ല. അത് നോക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അടിപൊളി, സൂപ്പർ. അപ്പൊ ഇതാണ് ഇഗ്വാന. ഞാൻ എങ്ങനെ ഇഗ്വാനയെ നടത്താൻ പഠിപ്പിക്കുവാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ബാ കയറിക്കോ. കടിക്കോ? ആണ്ട ഇഗ്വാനയുടെ മെയിലാണ് എന്റെ കയ്യിലുള്ളത്. താണ്ടോ? ഇതിന്റെ ഹൃദയമിടിപ്പൊക്കെ എനിക്ക് നല്ലോണം തൊട്ടറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ വാരിയലും ഇതൊക്കെ കാണാം. എന്തോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു ചാക്കിനകത്ത് പഴന്തുണിയിലൊക്കെ പൊതിഞ്ഞു പിടിച്ചേക്കുന്ന ഒരു കോഴിയെ കുഴിച്ചിട്ട് പൊതിഞ്ഞു പിടിച്ചേക്കുന്ന കണ്ടു കേട്ടോ. ഇതൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ ഫാമിലീസിനെ കൊണ്ട് ഒരിക്കലൊക്കെ വന്ന് കണ്ടിരിക്കണം. അതിന് പറ്റിയ ഒരു ഇടമാണ്. അതിന്റെ ശ്വാസം എടുക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇതിന്റെ നഖമോ കാണുമ്പോൾ ഇതൊക്കെ ആക്രമിക്കുമോ ഇതോ ചരിഞ്ഞ് നോക്കുന്നുണ്ട് ഇത് കേട്ടോ. അടിപൊളി. എന്തായാലും നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ. ഓക്കെ. ഇവിടെ മക്കു എന്നു പേരുള്ള ഒരു മക്കാവും ഉണ്ട്. ഇതിന് ഇവർ ഇട്ടേക്കുന്ന പേര് മക്കു എന്നാണ്. എന്തായാലും നമ്മുടെയൊക്കെ പിന്നെ പെറ്റ്സിന്റെ ആ ശേഖരം കാണുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് നല്ല വിലയുള്ള സാധനമാണ്. നമ്മളൊരു വീട്ടിലേക്കൊക്കെ ഒരു ചെറുതിനെ ജോഡിയൊക്കെ വാങ്ങാൻ പോയാലും 1000-2000 ഒക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5000 അല്ലേ? 1,00,000? സോറി കേട്ടോ, ഞാൻ എന്റെ വില കേട്ട് ഞെട്ടിപ്പോയി. നമ്മളെ മേഡം പറഞ്ഞു ഇത് 1,00,000 മുകളിൽ വിലയുള്ള സാധനമാണ് മക്കോ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ മുമ്പ് എവിടെയോ കേട്ടതിന്റെ ഒരു ഇതാണ്. അപ്പം ഇത് പറക്കത്തില്ലേ എന്ന്. ഇത് ഗോൾഡൻ ഫെസന്റ് എന്ന് പറഞ്ഞ ടെയിലിന് നീളം കൂടിയ ഒരു തരം പക്ഷിയാണ്. അതിന്റെ ഹെഡിൽ ആ രോമം മൾട്ടി കളറാണ്. പല കളറിലുള്ള ഗോൾഡൻ ഫെസന്റ് എന്നതിൽപ്പെട്ട. ഇതെല്ലാം കൂട്ടിക്കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഗോൾഡൻ ഫെസന്റ്, ഗോൾഡൻ ഫെസന്റ്. സിൽവർ ഫെസന്റ് ഉണ്ട്. സിൽവർ ഫെസന്റ് കണ്ട വെള്ളത്തൂവല്, ഒരു സിൽവർ കളറിലുള്ള, റെഡ് ചുണ്ടും തല കറുപ്പുമായിട്ടുള്ള, കാലൊക്കെ റെഡായിട്ടുള്ള ഒരു സിൽവർ ഫെസന്റ്. ഇവിടെ എണ്ണം ലേഡി അമോസ്റ്റ്. ഫാൻസി ആടുകൾ, ആടും കുട്ടികളും ഒക്കെ ഉണ്ട്. കണ്ടതാണ് കൊച്ചാട്ടും കുട്ടി. ഇതാ വന്നപ്പോഴത്തേക്ക് ഇതാ വന്നു, നമ്മളോട് വന്നു. ചെറിയ ആട്. ഇത് വേണ്ട കുള്ളനാടുകളാ. കുള്ളനാടിന്റെ ഗണത്തിൽപ്പെട്ട ചെറിയ ആടുകൾ, കൊച്ചാടാ. ഇതിന്റെ കുട്ടിയാണോ ഇത്? ആണോ? പേരുണ്ടോ ഇതിന്? ബ്ലാക്കി. ഇതിന്റെ പേര് ബ്ലാക്കി. ആകെ വേണ്ട ബ്ലാക്ക് കളറായതുകൊണ്ട് അതിന് ബ്ലാക്കി എന്നിട്ടുണ്ട്. ഇതിന്റെ കുട്ടിയാ. അമ്മയും കുഞ്ഞും പ്രസവിച്ച് നിൽക്കുകയാണ്. 1 മാസമായി കാണത്തുള്ളൂ. 1 മാസത്തിനകത്തൊക്കെ ആയി കാണുള്ളൂ. മണിക്കുട്ടിയാ. ഇത് മണിക്കുട്ടിയുടെ കുട്ടി ബ്ലാക്കി. ഇങ്ങനെയുള്ള കുറെ ഓമനകൾ ഇവിടെ ഉണ്ട്. കണ്ടോ? ഇത് ഫാൻസി തരത്തിലുള്ള ആടുകളാണ്. കാലിനൊക്കെ പൊക്കം കുറഞ്ഞിട്ടുള്ള, നീളം കുറഞ്ഞിട്ടുള്ള ആടുകൾ. ബെൽറ്റൊക്കെ ഇട്ടിങ്ങനെ നിർത്തിയിരിക്കുക.
വളരെ ഭംഗിയായിട്ട് ഇതിനെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെന്താണ്? മെയിലാണ്. ഈ ബ്ലാക്കിയുടെ മെയിലാണ്. മുമ്പ് നമ്മൾ കണ്ട മണിക്കുട്ടിയുടെ ഹസ്ബൻഡാണ് ഈ നിൽക്കുന്നത്. കൊമ്പൊക്കെ വളഞ്ഞിട്ട് കാണാനൊക്കെ എല്ലാം നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള. എനിക്ക് തോന്നുന്നു ഇതൊക്കെ 10-25 വിലയുള്ളതാണ് ആട്. നല്ല വിലയുള്ളതാണ് അല്ലേ? നല്ല വിലയുള്ള ആടുകളാണ്. നമ്മൾ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ എന്തുമാത്രം നമുക്കത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ നല്ല രസമുണ്ട്, നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. കറുപ്പാണെങ്കിൽ നല്ല ഊഷാൻ താടിയൊക്കെ വെച്ചിട്ട് അരിക്കൊമ്പൻ കണക്കുള്ള മുട്ടനാട്. മുട്ടനാട് ഇതാണെന്ന് തോന്നുന്നു സ്ഫടികത്തിലെ മോഹൻലാലിന്റെ മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന മുട്ടനാട്. അതിനെ കെട്ടിയിട്ടിരിക്കുക. അവൻ ഇച്ചിരി വയലൻസ് ഒക്കെയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല കൊമ്പ്, പച്ചക്കളർ അടിച്ച, ഇച്ചിരി വലിപ്പമുണ്ട്. ആള് നല്ല മുട്ടനാണ്. ചെമ്മരിയാടിന്റെ തരത്തിലുള്ള രോമങ്ങളൊക്കെ ഉള്ള ആട്. ഇവിടെ മുയലുകൾ കിടപ്പുണ്ട്. മുയൽ, റാബിറ്റിന്റെ കൂട്. ചെമ്മരിയാട് അയാൾ റെസ്റ്റ് എടുക്കാണ്. എഴുന്നേരിടാ ചെമ്മരിയാടെ, എഴുന്നേരിടാ ചെമ്മരിയാടെ. കോക്ടെയിലിന്റെ ഇനത്തിൽപ്പെട്ട ബേഡുകളാണ് ഈ രീതിയിലുള്ളത് കേട്ടോ. നമുക്ക് പെറ്റായിട്ടൊക്കെ വളർത്തുന്ന കോക്ടെയിലുകൾ, അതിന്റെ ചെറിയ ചെറിയ കൂടുകൾ ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. അതായത് നമ്മുടെ കൊല്ലം ജില്ലയുടെ തനത് വൃക്ഷമായ കശുവണ്ടി, അതിൻ്റെയൊക്കെ ബഡ്ഡിങ് ഐറ്റംസ്, അതേപോലെ ബഡ്ഡിങ് മാവുകൾ, ഒരുപാട് പേര, ഗ്രാമ്പു, അങ്ങനെയുള്ള പല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നല്ല ഉച്ച സമയത്താണെങ്കിൽ പോലും നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. തണലുണ്ട്. ഇവിടെ ഒരു പൂളിന്റെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട്. പൂളിന്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് റിസോർട്ടുകളുടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം അത് ഒക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും.